അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ വിസ്മയമുണ്ടാകുന്ന തരത്തിൽ UDFന്റെ അടിത്തറ വിപുലീകരിക്കും. അതെങ്ങനെയാണെന്നുള്ളതിന്റെ വിശദീകരണമൊന്നും ദേവി ഇതിപ്പോൾ ചോദിക്കുന്നത്. എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം? എല്ലാ ദിവസവും പറയേണ്ട കാര്യമില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരവില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതാണ് ഉത്തരം. അങ്ങനെയല്ലല്ലോ. അത് പറഞ്ഞല്ലോ, പിന്നെ എല്ലാ ദിവസവും അത് ചോദിക്കണെന്തിന്? അതൊക്കെ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി എല്ലാ ദിവസവും അത് പറഞ്ഞു പിന്നെ അതുണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ, അവസാന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ. എന്തിനാ എല്ലാ ദിവസവും അത് തന്നെ ചർച്ച ചെയ്യണം? വേറെ എന്തെല്ലാം രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയത്തെ സംബന്ധിച്ച വിലയിരുത്തലുണ്ടാവും. ഒപ്പം തന്നെ മുന്നണി വിപുലീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ PV അൻവറിന്റെ കാര്യം ഒന്ന് ചർച്ചയ്ക്ക് എടുത്തു. ഞങ്ങളിപ്പോ അങ്ങനെ ഒരു അജണ്ട പുറത്തു വരേണ്ട ആവശ്യമില്ലല്ലോ. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിലയിരുത്തും. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരുക്കങ്ങൾ ഞങ്ങൾ വിലയിരുത്തും. രാഷ്ട്രീയ കാര്യങ്ങൾ, സമകാലികമായ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം വിലയിരുത്തും. അതൊക്കെ തന്നെയാണ് അജണ്ട. നേതാവിന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി നിലമ്പൂർ വിജയിച്ചു എന്ന തരത്തിലുള്ള വലിയ ഇത് വരുന്നുണ്ട്. അങ്ങ് ഉന്നയിച്ച ഒരു സ്ട്രാറ്റജിയുടെ സക്സസ് ആണോ നിലമ്പൂരിൽ കണ്ടത്? ടീം UDFന്റെ വിജയമാണ് നിലമ്പൂരിൽ കണ്ടത്. അത് ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ലത്, വ്യക്തി കേന്ദ്രീകൃതമല്ല. ടീം UDF ആണ്. മുതിർന്ന നേതാക്കളുടെ ഗൈഡ് ലൈനും അവരുടെ അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരുടെ എന്റെ അടുത്ത് നിൽക്കുന്ന ശ്രീ ചാണ്ടി ഉമ്മൻ 3000 വീട് കയറിയ ആളാണ്. കേരളത്തിലെ ഒരു യുവനിര, രണ്ടാം നിര കോൺഗ്രസിലും UDFലും ഉണ്ട്. ഒരു രണ്ടാം നിര, അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള, ജനങ്ങൾ സ്നേഹിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന UDFനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നണി പോരാളികളാണ്. അവരും കൂടിയാണ് ഈ വിജയത്തിന്റെ ശില്പികൾ. അപ്പോൾ ഒരു പക്വതയേറിയ മുതിർന്ന ആളുകളും യുവത്വം തുളുമ്പുന്ന ഒരു രണ്ടാം നിരയും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ വലിയ വിജയം ഉണ്ടായത്. ടീം UDF ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടതല്ലാതെ. ഞാൻ ഒരു കാര്യവും പറയില്ല അതിനെ സംബന്ധിച്ച്. വിസ്മയം ഉണ്ടാവും കേരള രാഷ്ട്രീയത്തിൽ. ചില കാര്യങ്ങൾ ആശയക്കുഴപ്പമുണ്ടായിരുന്നപ്പോഴും ഉറച്ച നിലപാടങ്ങ് എടുത്തു. അതായത് PV അൻവറിന്റെ കാര്യത്തിൽ അപ്പോഴും മുതിർന്ന നേതാക്കൾക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അവരും കൂടെ ഇപ്പൊ അങ്ങയുടെ നിലപാടിനൊപ്പം വരികയാണോ തെരഞ്ഞെടുപ്പിന് ശേഷം? ഞാൻ എന്ന വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ UDF എടുത്ത തീരുമാനം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം കൂടി അത് ഞാനെടുത്ത തീരുമാനമാക്കി. UDF ഏകകണ്ഠമായിട്ട് എടുത്ത തീരുമാനമാണ്. UDF. നിങ്ങൾ എന്റെ പേര് പറയരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേര് പറഞ്ഞ് ഇങ്ങനെ എന്നെ സഹായിക്കരുത്. ടീം UDF എന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എന്റെ പേര് പറഞ്ഞ് എന്നെ സഹായിക്കരുത്. ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ ഇനി അതൊരു വിവാദമാക്കണ്ട. ചില കാര്യങ്ങൾ നമുക്ക് എല്ലാ ദിവസവും പറയേണ്ട കാര്യങ്ങൾ. കൺവീനർ അടൂർ പ്രകാശിന്റെ കാര്യം പറഞ്ഞു. MPമാർക്കും ചിലപ്പോൾ മത്സരിക്കാൻ ഉള്ള ഇളവ് നൽകും. MPമാരെന്നുള്ള നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്താനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞായിട്ട് എനിക്കറിയില്ല. ഞാൻ നോ കമന്റ്സ്. Subscribe to One India and never miss an update.